മേയറെ അധിക്ഷേപിച്ച KSRTC ഡ്രൈവർക്കെതിരായ നടി റോഷ്നിയുടെ പരാതിയിൽ ബസ് ഓടിച്ചത് യദു തന്നെയെന്ന് സ്ഥിരീകരണം. ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരങ്ങൾ കൈരളി ന്യൂസിന് ഷീജയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷീജ, ഈ മേയറെ അധിക്ഷേപിച്ച KSRTC ഡ്രൈവർക്കെതിരായ നടി റോഷ്നിയുടെ പരാതിയിൽ ബസ് ഓടിച്ചത് യദു തന്നെയെന്നുള്ള സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. അതായത് ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ജൂൺ 18-ന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷം തിരികെ സഞ്ചരിച്ചത് 19-ന് കുന്നംകുളത്തെ അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായെന്നാണ് റോഷ്നിയുടെ ആരോപണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂർ, വഴിക്കടവ് എന്നതായിരുന്നു റൂട്ട്. അപ്പോൾ കൃത്യമായി യദു തന്നെയാണ് ജൂൺ 19-ന് RPE 492 ബസ് ഓടിച്ചതെന്നുള്ള സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അത് പലപ്പോഴും നമുക്കറിയാം, ഇത്തരം സംഭവങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളല്ല ബസ് ഓടിച്ചതെന്നുള്ള തരത്തിൽ വലിയ വാർത്തകൾ ഒക്കെ വന്നതാണ്. ഇപ്പോൾ KSRTCയുടെ ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ബിനു, ഏതായാലും ഇതിൽ മേയറെ അപമാനിച്ച സമാനമായ ഒരു സാഹചര്യം നേരിടേണ്ടിവന്ന നടി റോഷ്ന കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. പരാതിയിൽ പറയുന്ന വാഹനം ഓടിച്ചത് ഇതുതന്നെയാണ് എന്നുള്ളതിന്റെ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ജൂൺ 19-ന് RPE 492 എന്ന ബസ് ഓടിച്ചത് യദുവാണ് എന്നുള്ള സ്ഥിരീകരണം. അതിന്റെ ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് കൈരളി ന്യൂസ് നൽകുന്നതും. ഇതിൽ പറയുന്നത് പ്രകാരം ജൂൺ 18-ന് കൃത്യമായ രീതിയിൽ തന്നെ ആ ഷെഡ്യൂൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ജൂൺ 18-ന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് യാത്ര തിരിച്ച ബസ്സാണത്. അതിന്റെ വാഹന നമ്പർ അടക്കമുണ്ട്. അത് തിരികെ സഞ്ചരിക്കുന്നത് 19-നാണ്. അതായത് 19-ന് കുന്നംകുളത്ത് അപമാനിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു റോഷ്നയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ തിരികെ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അത് യദു തന്നെയാണ് ഓടിച്ചിരിക്കുന്നത്. അതിന്റെ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായ രീതിയിൽ തന്നെ അതിന്റെ റൂട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂർ, വഴിക്കടവ് ഇത് ആയിരുന്നു ആ KSRTC ബസിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം കൂടി KSRTC ആരംഭിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. ഏതായാലും യദു തന്നെയാണ് എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം. അതോടൊപ്പം തന്നെയാണ് അവരുടെ വാഹനത്തിനുള്ളിൽ തന്നെയുള്ള ഷീറ്റിലും അവരുടെ പ്രത്യേക ലോഗ്ബുക്ക് ഉണ്ട്. ലോഗ്ബുക്കിലും യദുവിന്റെ പേര് അന്ന് ഈ വാഹനം എടുത്തതിൽ യദുവാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. അത് അവരുടെ റെക്കോർഡാണ്, ഒഫീഷ്യൽ റെക്കോർഡാണ്. ആ റെക്കോർഡിലും യദു തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നുള്ളതിന്റെ സ്ഥിരീകരണമാണിത്. ഷീജ, ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് KSRTC. കാരണം ഈ യദുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര അന്വേഷണം KSRTC തുടങ്ങിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും KSRTC ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഇത് സംബന്ധിച്ച് യദുവാണോ ആ വാഹനം ഓടിച്ചിരുന്നത് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമായിരുന്നു എല്ലാവരും തേടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ വിവരങ്ങൾ അടക്കം അടങ്ങുന്ന രേഖകൾ തന്നെ നമ്മൾ പുറത്ത് വിടുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ യദുവാണ് ഇത് വാഹനം ഓടിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇപ്പോൾ KSRTC ആഭ്യന്തര അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഷീജ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ യദുവിനെ വെള്ളപൂശാനുള്ള ശ്രമം നടന്നിരുന്നു. മാധ്യമങ്ങളടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ യദു അല്ല ഓടിച്ചതെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമവും നടന്നിരുന്നു. അത് ഇപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ആ വാദങ്ങൾ പൊളിയുന്നതല്ലേ ഇപ്പോഴത്തെ ഈ KSRTCയുടെ ഷെഡ്യൂൾ? തീർച്ചയായും ഏതായാലും ഈ ഒരു പരാതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രത്യേകിച്ചും റോഷ്ന് കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ റോഷ്നയുടെ പരാതിയിൽ പറഞ്ഞിരുന്നു. അതേ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ ഒരു വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് അത് യദുവല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല, മാധ്യമങ്ങൾ ചിത്രീകരിച്ച തരത്തിലല്ല കാര്യങ്ങൾ. ആ വാഹനം ഓടിച്ചിരുന്നത് യദുവാണ് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തന്നെയാണ് വന്നിരിക്കുന്നത്. KSRTCയുടെ ഔദ്യോഗിക റെക്കോർഡ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നൽകുന്നത്. കൃത്യമായിട്ടുള്ള ഷെഡ്യൂള്, ആ വാഹനം ഓടിച്ചത് യദുവാണ് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ലോഗ് ബുക്കിൽ നിന്നുള്ള കോപ്പി അതുൾപ്പെടെയാണ് നമ്മളിപ്പോൾ നൽകുന്നത്.